ഇത് വർക്കൗട്ട് ആവില്ലടാ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കേസും വഴക്കൊക്കെ ആയിട്ട് നടക്കുന്ന നിന്റെ ഫാമിലിനെ ഒരിക്കലും എൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് നിർത്താടാ. എടി ഇതൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമല്ലല്ലോ രാഹുലെ, ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല. ബൈ. ഇങ്ങനെ ഒരാളായിട്ട് എനിക്ക് പറ്റില്ല. ഞാനിപ്പോൾ വേറൊരാളായിട്ട് ഇഷ്ടത്തിലാണ്. ഹലോ ഹലോ, എടാ വാല് പറഞ്ഞേ, ഞങ്ങൾ പുറത്തുണ്ട്. ശരി. എന്തോന്നാടാ ഇത്? കഥ കുടച്ച് ഇതിനകത്ത് കയറി മുങ്ങിക്കൊണ്ടിരുന്ന അവളെന്നെ അവിടുന്ന് ഓടി വരുന്നോർത്താണ് നീ ഇരിക്കുന്നത്. എടാ ഉപദേശിക്കാനാണ് ഉദ്ദേശിച്ചൊക്കെ വേണ്ട. ഇല്ലടാ, നിന്നെ ഈ അവസ്ഥ കണ്ടിട്ട് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയും കൂടെ തന്നിട്ട് ഞങ്ങളങ്ങ് പോവാം. എടാ, നിന്നെ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരുത്തിക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെ നടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് വീടും സ്ഥലവും ഒന്നും ഇല്ലെന്നറിഞ്ഞപ്പം നിന്നെ ഇട്ടിട്ട് പോയവൾക്ക് ഇതുവരെ നിന്നോട് എന്നാ സ്നേഹം ഉണ്ടായിരുന്ന നീ പറയുന്നത് ഒന്ന് പറയാമോ? നിന്റെ അച്ഛനും അമ്മയും അവർക്കാണ് ഇപ്പൊ നിന്നെ വേണ്ടത്. എടാ, ചിട്ടി പൊട്ടി കേസായ കാര്യമൊക്കെ ആയിട്ട് അവരാകപ്പാടെ ഡൗണാ. എടാ, ആ സമയത്ത് നീ അവർക്ക് വേണ്ടി അവിടെ ഇല്ലാതെ നീ ഇവിടെ വന്നിരുന്ന പിന്നെ അവർക്കാരാ ഉള്ളത്? രാഹുലേ, ഉപദേശിക്കുവല്ല, ഒരു അപേക്ഷയായിട്ട് കണ്ടാ മതി. നാളെ മുതൽ ഓഫീസിൽ വരണം അല്ലേ? അതെ. ദേ, അവളുടെ കാര്യത്തിന് ഒഴിച്ച് ബാക്കി ഏത് കാര്യത്തിനും പരിഹാരമുണ്ട് കേട്ടോ. ഞങ്ങളുണ്ട് നിന്റെ കൂടെ. അപ്പോ ഞങ്ങൾ ഇറങ്ങാം. അപ്പൊ നീ ബൈ പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ഭാവി നോക്കണ്ടേടി. ഈ വീട് സ്വത്തൊന്നും ഇല്ലാത്തവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി പിന്നെ ഈ സ്നേഹത്തിന്റെ പേരിൽ ഇറങ്ങിക്കാനൊന്നും എനിക്ക് വയ്യ. എടുത്ത തീരുമാനം നന്നായി. ഇനി എങ്ങാനും നിന്നെ കിട്ടാത്തതിന്റെ പേരിൽ അങ്ങനെ അവിവേകം കാണിച്ചാലോ? പേടിക്കണ്ട, നിന്നെ ഓർത്ത് ഞാൻ ചാവാനൊന്നും പോകുന്നില്ല. കരഞ്ഞിരുന്നു കുറച്ച് ദിവസം, പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ നല്ല കുറ്റബോധമുണ്ട്. നിന്നെ പോലെ ഒരുത്തിയാണല്ലോ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചെന്ന് നോക്കുന്നു. ഇഷ്ടപ്പെടുന്നവരെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ കൈവിടാതെ കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. സ്വത്തും പണമൊക്കെ നോക്കി ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, കേസ് ഞങ്ങൾ ജയിച്ചു. വീടും സ്വത്തൊക്കെ ഞങ്ങൾക്ക് തന്നെ കിട്ടും. പോട്ടെ. എടാ, സോറി. വേണോ നീ?